ഇതാണ് വീട് പൊളിച്ച് പന്തൽ കർമ്മം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം എന്ത് ചെയ്ത് നമ്മൾ ഫുള്ള് പൊളിച്ച് അതിൻ്റെ ഓടുകളും കാര്യങ്ങളൊക്കെ പുറത്തെടുക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട സേവകർ. നമ്മളൊരു അങ്ങനത്തേലൊക്കെ നമ്മൾ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്. നമ്മളിവിടെയൊക്കെ അങ്ങനെ ഒരു മെച്ചമുണ്ടായിരുന്നു. ഒരാൾ വീട് പൊളിക്കുമ്പോൾ നമ്മളെല്ലാത്തിനും എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളൊന്ന് സഹകരിച്ച് കൊടുക്കുക. അപ്പം കുറേയൊക്കെ മാറ്റം കിട്ടും, സാമ്പത്തികപരമായിട്ടും ഒരു എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് പണിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. എല്ലാവരും കൂടി വന്നു. നമ്മളെന്ത് ചെയ്ത് ഈ പറയുന്ന റോഡും കാര്യങ്ങളും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇളക്കി. അതിൻ്റെ കക്കോലും കാര്യങ്ങളൊക്കെ, കക്കോലും എന്നൊക്കെ പറഞ്ഞാൽ തിരിയിരിക്കില്ലേ, നമ്മൾ ഈ ഓടൊക്കെ പോകുന്ന സാധനമല്ലേ, അത് തന്നെ. അതൊക്കെ അടിച്ചിറക്കി സെറ്റപ്പാക്കി മേൽക്കൂര ഫുൾ അഴിച്ചു. ഇനി ഈ കാണുന്ന ചുമരുകളെല്ലാം പൊളിക്കണം, ഡോറ് മാറ്റണം, അങ്ങനെ ബാക്കിയുള്ള പരിപാടികൾ. അപ്പോൾ കട്ട ഇതേമാതിരി ബാക്കിയുള്ളവർ കൊണ്ട് എടുപ്പിച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയുമോ, എത്ര പണിയായാലും ഒരു പരിധി കഴിഞ്ഞാൽ ചടക്കില്ല നമ്മൾ. അപ്പോൾ അടിച്ച് പൊട്ടിച്ചടക്കും കട്ടയൊക്കെ. അപ്പം കട്ടേൻ്റെ പരിപാടികൾക്ക് നമ്മൾ സാവകാശം നമ്മൾ തന്നെ മെല്ലെ മെല്ലെ ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ പോരാളി കട്ട ഇളക്കുന്ന പരിപാടിയിലാണ്. അടിച്ചിളക്കി ഏകദേശം എല്ലാം തീരുമാനമാക്കി ഫുള്ള് പൊളിച്ചിട്ടു. നമ്മളും പണിയൊക്കെ എടുത്തിരുന്നു കേട്ടോ. പക്ഷെ നമ്മളെടുത്ത പണീൻ്റെ വീഡിയോ എടുക്കാനൊന്നും ആരുമില്ല. നമ്മൾ തന്നെ സ്വന്തം ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മളെ പണിയിലുള്ള വീഡിയോ ഒക്കെ കുറവാണ്. ബാക്കിയുള്ളവർ പണിയെടുക്കുന്ന വീഡിയോ ആണ് കാര്യമായിട്ടുള്ളത്. പക്ഷെ അപ്പോഴും നമ്മളെടുത്തിട്ടില്ലെന്ന് ആരും വിചാരിക്കേണ്ട, സ്വന്തം പണിയാണ്, നമ്മൾ തന്നെയാണ് എടുത്തത്. ഓക്കെ, അങ്ങനെ ഏകദേശം എല്ലാ പരിപാടിയും പൊളിച്ചടുക്കി. ഇനി ചില്ലറ ഭാഗം കൂടി മാത്രമേ തീർക്കാനുള്ളൂ. അതും കൂടിയും ഏകദേശം ഞങ്ങൾ തീർത്തു. അവസാനം ഹിറ്റാച്ചി കൊണ്ടുവന്ന് മണ്ണും കാര്യങ്ങളൊക്കെ മാറ്റി തറ എടുക്കാനുള്ള സെറ്റപ്പിലൂടെ എത്തി.